ഇന്ന് ഞാൻ വന്നത് ഒരു ബേബി സ്ലീപ്പിംഗ് ബെഡിൻ്റെ കട്ടിങ്ങും മേക്കിങ്ങും ആയിട്ടാണ്. സ്ലീപ്പിംഗ് ബെഡ് എന്ന് പറയും, ക്യാരി ബാഗ് എന്ന് പറയും, പല ആൾക്കാർ പല പേരുമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സ്ലീപ്പിംഗ് ബെഡ് എന്നാണ് പറയാറ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതേപോലെ 2 കളറിലുള്ള ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള 2 ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, ഡബിൾ ഷെയ്ഡ് ക്ലോത്ത്. ഇതിൻ്റെ നീളം വരുന്നത് 20 ഇഞ്ചാണ്, വീതി വരുന്നത് 12 ഇഞ്ചാണ്. 20 ഇഞ്ചും 12 ഇഞ്ചുമാണ് ഇതിൻ്റെ അളവ്. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ 2 ക്ലോത്ത് സെയിം കളറിൽ തന്നെ. ഇത് വരുന്നത് 30 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയുമാണ്. 30 ഇഞ്ച് നീളവും 30 ഇഞ്ച് നീളവും ഇവിടെ നിങ്ങോട്ട് 20 വരുന്നത്. ഇത് വരുന്നത് 20 ഇൻറ്റു 12 വരുന്നത്. പിന്നെ അതേപോലെ ഇങ്ങനത്തെ സിബ് വേണം. ഇതേപോലത്തെ 3 സിബ് വേണം. സിബ് വെച്ചാൽ ഇത് 20 ഇഞ്ചിൻ്റെ 2 സിബും പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സിബാണ്. അതിൽ 20 ഇഞ്ചിൻ്റെ 2 സിബാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു അളവിൽ ഈ ഒരു ക്ലോത്തിൻ്റെ ഈ ഒരു അളവിലുള്ള 2 സിബും പിന്നെ ഇവിടുന്ന് ഹാഫ് ഇതിൻ്റെ ഹാഫ് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് ഒരു സിബും ഇങ്ങനെ മടക്കി വെച്ചിട്ട് നിങ്ങൾ മെഷർമെൻ്റ് എടുത്താൽ മതി. ഹാഫായിട്ട് ഇതിൻ്റെ ഹാഫായിട്ടുള്ള ഒരു സിബു, അങ്ങനെ 3 സിബു ആണ് വേണ്ടത്. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാനിതാ ഈ 2 സിബും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സിബാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ രണ്ട് കളറിലുള്ള ക്ലോത്ത് എടുക്കുമ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കളറ് ഏത് ഭാഗത്താണോ വേണ്ടത് എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു കസ്റ്റമർ ഒരു 2 കളറുള്ള ക്ലോത്തിൽ വെച്ച് ചെയ്യുമ്പം ബേബിക്ക് എടുക്കുന്ന ഭാഗത്ത്, അതായത് ഇൻസൈഡിൽ ഒരു കളറും ഔട്ട്സൈഡിൽ ഒരു കളറായിരിക്കും. അപ്പോൾ ഇൻസൈഡിൽ ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം നിങ്ങൾ തീരുമാനിക്കാം. എനിക്ക് ഉള്ളിൽ ഈ ഒരു കളറാണ് വേണ്ടത്, അതായത് ഗ്രേ കളറാണ് വേണ്ടത്. അപ്പോൾ ഉള്ളിൽ ഗ്രേ കളറാണ് ഞാൻ ചെയ്യുന്നത്, പുറമെ പീച്ച് കളറുമാണ്. അപ്പോൾ ഉള്ളിൽ ഈ ഒരു കളർ ചെയ്യുമ്പം ഈ ഒരു കളറ് ക്ലോത്ത് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് സിബ്, ഇത് കണ്ടില്ലേ സിബ്, ഈ സിബിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഭാഗം, അതായത് ഈ ഭാഗത്തല്ല ഈ ഭാഗം ഇവിടെ വെക്കുക, ഈ സൈഡിൽ വെക്കുക. ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഇത് നമ്മൾ വെക്കാൻ. അതുപോലെ ഈ ഒരു സിബും ഇതേപോലെ തന്നെ വെക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം രണ്ടും ഉള്ളിലേക്കാണ് ഉണ്ടാവുക. ഇത് കറക്റ്റായിട്ട് വെക്കുക ഉള്ളിലേക്ക്. ഇത് കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഒരു ക്ലോത്ത് നേരെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. ഇതിനെ നേരെ മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ സിബ്, ഇതും ഈ 3 ക്ലോത്തും കൂടെ, അതായത് ഈ ക്ലോത്തും നമ്മൾ അടിയിൽ വെച്ച ഗ്രേ ക്ലോത്തും സിബും അതിൻ്റെ നടുക്കാണ്, ക്ലോത്തിൻ്റെ 2 നടുക്കാണ് നമ്മൾ ഈ ഒരു സിബ് വരിക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 ക്ലോത്തിൻ്റെയും നടുക്കാണ് ഈ സിബ് വരിക. നടുക്ക് വെക്കുക. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട്, അതായത് ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ ഈ സിബ് വെക്കുന്നത് ഒരിക്കലും നിങ്ങളോട് മാറിപ്പോകാൻ പാടില്ല. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം ക്ലോത്ത് സിബ് വെക്കാൻ. ഇത് രണ്ട് ഇവിടെ നിന്നിട്ട് ഇവിടം വരെയും ഇവിടെ നിന്നിട്ട് ഇവിടം വരെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതാ ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ ഈ രണ്ട് ഭാഗവും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു. നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം നോക്കിയാൽ കാണാം. കണ്ടോ, സിബിൻ്റെ ഒരു ഭാഗം ഉള്ളോട്ടേക്കാണുള്ളത്. അത് നമുക്കിനി മറിച്ചിട്ട് നോക്കാം. കറക്റ്റായിട്ട് ഞാൻ മറിച്ചിട്ടു. ഇതുപോലെ നമുക്ക് സിബ് കിട്ടണം. നമ്മൾ മറിച്ചിടുമ്പം ഇതിൻ്റെ ഒരു ഭാഗം പുറമേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ ഇത് ഞാൻ ഫുൾ സ്റ്റിച്ച് ചെയ്തു. ഇനി മറിച്ചിടുന്നതിന് മുന്നേ, ഞാനിപ്പം മറിച്ചിട്ടു, മറിച്ചിടുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗമല്ല, അതായത് സിബിൻ്റെ ഇത് മുകളിലോട്ടേക്കാണുള്ളത്, മുകൾ ഭാഗത്തേക്ക്. അപ്പോൾ മുകളിലേക്ക് ഏത് ഭാഗത്തേക്കാണോ മുകൾ ഭാഗത്തേക്ക് പോകുന്നത് ആ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. മുകൾ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്യണം. മറിച്ചിടുന്നതിൻ്റെ മുന്നാണ് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ചിട്ടുന്നേ ഉള്ളൂ. ഈ ഭാഗത്തേക്കാണ് സിബ്, മുകൾ ഭാഗത്തേക്കാണ് സിബ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉള്ളിലുള്ള ഈ ഒരു സിബ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം തുറന്ന് കിടക്കുന്ന ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. അത് കൂടാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. രണ്ട് ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ ഒരൊറ്റ ഇത് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇത് കണ്ടോ, സിബ് നമ്മൾ മുകൾ ഭാഗത്തേക്ക് വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു ഭാഗം നമ്മൾ വിട്ടു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഈ സെൻറ്ററിൽ നമുക്കൊരു ബോക്സ് പോലെ അടയാളപ്പെടുത്തണം. അത് നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ബെഡൊക്കെ കാണുന്നവർക്ക് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. നമ്മളിവിടെ ഇങ്ങനെ ചെറിയൊരു ബോക്സ് ആയിട്ട് ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതിൻ്റെ ഫോം നിറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സ്ലീപ്പിംഗ് ബെഡിനൊക്കെ ഒരു ചെറിയ ബോക്സ് പോലെ. ആ ഒരു ബോക്സാണ് നമ്മളിപ്പോൾ അളവെടുക്കുന്നത്. അതിന് നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തേക്ക് 4 ഇഞ്ച് അടിക്കപ്പെടുത്താം. അതേപോലെ തന്നെ ഈ ഭാഗം 4 ഇഞ്ച്. അത് താഴെ വരെ നമ്മൾ ഫുള്ളായിട്ട് അളവെടുക്കുക. ഫോർ ഇഞ്ച്, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ സ്ക്വയറായിട്ട് ഇങ്ങനെ ഇവിടം വരെ, ഇവിടുന്ന് തൊട്ടിട്ട്, അതായത് ഈ മുകൾ ഭാഗം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗമല്ല, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഒരു ബോക്സ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബോക്സ്, ഇതുപോലെ ഇങ്ങനെ 3 ബോക്സ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആ സ്റ്റിച്ച് ചെയ്തിട്ട് ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫോം നിറയ്ക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് ടിക്കിട്ട് കൊടുക്കാം.
ചെറിയ ടിക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് സെൻറ്റർ ഭാഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ടിക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ബോക്സ് അളവെടുത്ത് ഈ ഒരു ബോക്സ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അതിൽ ഫോം നിറയ്ക്കാം. ഫോം നിറച്ച് കഴിഞ്ഞിട്ട് അടുത്തത് എങ്ങനെയാണ് സ്റ്റെപ്പ് എന്നുള്ളത് മനസ്സിലായി. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ത്രെഡും ക്ലോത്തും സെയിം കളറായതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇതാ ഇവിടെ കണ്ട ഞാൻ ചെറിയൊരു ബോക്സ് പോലെ 3 ബോക്സ് പോലെ ചെയ്തു. ഒന്നിവിടെയും ഒന്നിവിടെയും ഇവിടെയും. ഇനി ഇത് ഞാൻ ഫില്ല് ചെയ്തിട്ട് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബോക്സ് എങ്ങനെയാണ് വരുന്നത്. ഫില്ല് ചെയ്യുന്നത് ഞാൻ വീഡിയോസിൽ കാണിക്കുന്നത്, കാരണം ഫില്ല് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. കാണിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് സെയിം കളർ ക്ലോത്ത്, ഈ ഒരു കളറ്, അതായത് ഇതൊരു പീച്ച് കളറാണ്. നിങ്ങൾക്ക് ഫോണിൽ വൈറ്റൊക്കെ ആയിട്ടായിരിക്കും തോന്നുന്നുണ്ടാവും അല്ലേ? ഇത് ശരിക്കും പീച്ച് കളറാണ്. ഇത് നമ്മളിങ്ങനെ ഇവിടെ വെക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം വെക്കാം. നമ്മളൊരു സെൻറ്ററിൽ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അത് നീ പോവാതിരിക്കണമെങ്കിൽ ഇതുപോലെ ചെറിയൊരു മുട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഒന്ന് കുത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പീസ്, ഇതിൻ്റെ നല്ല ഭാഗം, ഈ ഒരു ഭാഗത്ത് നല്ല ഭാഗമാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെക്കാം. ഇങ്ങനെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് ഇവിടെ വെക്കാം. സെൻട്രൽ ഭാഗത്ത് വെക്കാം. ഇങ്ങനെ. ഇപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു പീസ് ഉള്ളിലാണ് വരിക. ഇതിന് നേരായിട്ട് വെക്കുക. ഇത് അടിഭാഗത്തും ഇതിങ്ങനെ വരുന്ന രീതിയിൽ, ഈ ഒരു ഭാഗം ഇങ്ങനെ വരുന്ന രീതിയിൽ വെക്കുക. ഇത് നടുക്കായിട്ട് വരണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ടിക്ക് ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഭാഗവും കൂടെ നമുക്ക് സെൻറ്ററിൽ പിടിച്ചിട്ട് എല്ലാം നേരെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ട് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ഇത് എല്ലാം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നമ്മളിങ്ങനെ ഈ ഒരു സിബും ഇത് ഇങ്ങനെ ലൈനിന് സ്റ്റിച്ച് ചെയ്തിട്ട്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ക്ലോത്തും നമ്മൾ ഇതാ അടിയിൽ വെച്ചു, മുകളിൽ വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ഈ ഭാഗം ജോയിൻ ചെയ്തെടുക്കുക. എങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ നമ്മൾ ഈ ഒരു സിബ് ഉണ്ടല്ലോ, ഈ സിബിൻ്റെ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ചെറിയൊരു മുട്ടിങ്ങനെ കുത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മളിതാ ഈ ഒരു സിബ് ഉണ്ട്. ഈ ഒരു സിബ് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ ഒരു ഭാഗം ഇത് കുടുങ്ങാത്ത രീതിയിൽ ഇങ്ങനെ വെക്കുക.
ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ കോർണറിലെത്തുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ ഒരു സിബിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് വരണം കേട്ടോ. നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് പുറമേക്കായി പോരുത്. ഇവിടെ നമ്മളിങ്ങനെ മടക്കുന്ന സമയത്ത്, ഫോൾഡ് ചെയ്യുന്ന സമയത്ത് സിബിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇവിടുന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് രണ്ടും കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എവിടം വരെ ആണോ സിബുള്ളത് അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ലാസ്റ്റിലെത്തുമ്പം നമ്മൾ ഇവിടുന്ന് എൻഡെത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് പോവരുത്. ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് സ്റ്റിച്ച്, ഉള്ളിലേക്കല്ല പുറമേക്ക് പോകുന്ന രീതിയിൽ വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിവിടെ ഈ എൻഡിലെത്തിക്കും. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗം എങ്ങനെയാണ് സിബ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ഇവിടം വരെ, ഈ ഒരു എൻഡ് ഭാഗം വരെ എത്തിക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞതുപോലെ കാണിച്ചതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിലൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. സിബിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് വരാതെ നോക്കണം, അത് മസ്റ്റാണ്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈമിൽ അടിക്കുമ്പോഴൊക്കെ വലിയ നീറ്റായിട്ടൊന്നും കിട്ടില്ല. അത് 2-3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കത് കറക്റ്റാവും. സ്റ്റിച്ചിങ് പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും. അല്ലാതെ ഫസ്റ്റ് ടൈമിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലൊക്കെ അത് ക്ലിയർ ആവും. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ ഞാനിത് മറിച്ചിട്ടു. മറിച്ചിടുമ്പം നമുക്ക് സിബ് ഇതാ ഇങ്ങനെയാണ് വരിക. ഫുള്ളായിട്ട് നമുക്കിത് ചെറിയൊരു കട്ടിങ്ങൊക്കെ ഉണ്ടാവും. എനിക്ക് തന്നെ ഈ ഒരു ഭാഗമൊക്കെ ചെറിയൊരു കട്ടിങ്ങൊക്കെ ചെയ്യാനുണ്ടാവും. കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. അത് നമ്മൾ എങ്ങനെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഭാഗം എങ്ങനെയായാലും ഇങ്ങനെ ഉണ്ടാവും. അത് ലാസ്റ്റ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് വരിക. നമ്മൾ ഈ ഭാഗം ഇങ്ങനെ കണ്ടില്ലേ, ഈ ഒരു ഭാഗം ശരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ക്വയറായിട്ട് വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്റ്റിച്ചിങ് ഇതിൻ്റെ മുകളിലേക്ക് പോവാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈമിൽ ചെയ്യുമ്പോൾ ചെറിയ ഫുൾ പിൻ കുത്തിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് എളുപ്പമായിരിക്കും സ്റ്റിച്ചിങ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പം ഇങ്ങനെ വരും. ഇത് നമ്മളെ സ്ലീപ്പിംഗ് ബെഡിൻ്റെ മുകൾ ഭാഗമാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മളെ ബേബി കിടക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇവിടെ നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഭാഗമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തു.
ഇനി ഇവിടെ നമുക്ക് ഈ സെൻറ്റർ ഭാഗം, ഈ നടുക്ക് ഭാഗം നമുക്ക് ടിക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ടിക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് ഈ ഒരു ഭാഗം, നമ്മൾ ബേബി കിടക്കുന്ന ഈ ഒരു ഭാഗത്തും നമ്മൾ ഇതുപോലെ 3 ബോക്സുകളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു 6 ഇഞ്ച് എടുക്കാം. 6 ഇഞ്ച്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് 6 ഇഞ്ച് എടുക്കാം. എടുത്തു. ആറിഞ്ചു. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് ഒരു 6 ഇഞ്ച്. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ഒരു ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബോക്സ് പോലെ ഈ കാണുന്ന എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിലും നമ്മൾ ഇതുപോലെ ഫോം നിറയ്ക്കാം. ഫോം നിറച്ചിട്ട് ഇവിടെയും ഇവിടെയും ഫോം നിറയ്ക്കാം, ഇതിൻ്റെ ഉള്ളിലും ഫോം നിറയ്ക്കാം. ഇവിടെയൊക്കെ ഫോം നിറച്ച് വരാം. ഇത് ശരിക്കും നമ്മളൊരു ബോക്സ് പോലെയാണ് ഉണ്ടാവുക. അത് സ്ലീപ്പിംഗ് ബെഡ് കാണുന്നവർക്ക് മനസ്സിലാവും. ബേബി കിടക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ ബോക്സ് പോലെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം 3 ബോക്സ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്പൺ ആണ്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു മൂന്നാമത്തെ ഒരു സിബ് എടുത്തിട്ടില്ലേ, ആ ഒരു മൂന്നാമത്തെ സിബ് ഇവിടെ നമ്മളിതാ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഈ ടിക്കിട്ട ഭാഗത്ത് നമ്മളിത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു ഭാഗത്തേക്കും ഈ ഒരു ഭാഗത്തേക്കും ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കുക. ഇത് മാക്സിമം ഫില്ല് ചെയ്യാണ്ട് നോക്കുക. നമ്മൾ ഫസ്റ്റ് ടൈമിൽ അടിക്കുന്നൊക്കെ ആണെങ്കിലും മാക്സിമം ഫില്ല് ചെയ്യാതെ കുറച്ചൊരു ലൂസാക്കിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗം പുറമേക്ക്, ഉള്ളിലേക്കല്ല പുറം, ഇങ്ങനെ ഈ ഒരു ഭാഗം ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഭാഗം നമുക്ക് പുറമേക്ക് വേണം, ഉള്ളിലേക്കല്ല പുറമേക്ക്, ഈ ഒരു ഭാഗം കേട്ടോ. ഇതിൽ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഇതുപോലെ ഒരു പിൻ കുത്തിയിട്ട് എന്നിട്ട് ഈ 2 ഭാഗങ്ങൾ ഇവിടേക്ക് വെച്ചിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഇതും അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഈ 2 ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതാ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഭാഗം ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തത്. നമുക്കിങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം.
ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ബോവോ അല്ലെങ്കിൽ സ്റ്റാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കീ ചെയിന്, ചില ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കീ ചെയിൻ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതിന് മാച്ചായിട്ട് നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിന് മാച്ചായിട്ടുള്ള എന്ത് ഡെക്കറേഷനും ഇതിന് മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.